ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിനി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ 5th മോഡ്യൂളാണ് നോക്കാനുള്ളത്, വിച്ച് ഇസ് സാറ്റലൈറ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ മോഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. അതായത് നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് സെമിനാഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സും കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ. എല്ലാം അതിനകത്തുള്ളതല്ല, വേറെ കുറച്ച് ജനറൽ ടോപ്പിക്സ് നിങ്ങൾ സെമിനാർ എടുത്തിട്ടുണ്ട്. ബട്ട് കൂടുതലും ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് അതിനകത്തുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആൻഡ് ഫസ്റ്റ് ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് വേരിയസ് സാറ്റലൈറ്റ് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. Satellites are being used in long distance communications, international calls, അതുപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, സാറ്റലൈറ്റ് റേഡിയോ, ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സാറ്റലൈറ്റ് സിസ്റ്റംസ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS എന്ന് റൂട്ട് പ്ലാനിങ്ങിനും ട്രാക്കിങ്ങിനും നാവിഗേഷൻ സിസ്റ്റം ആയിട്ടുള്ള ഒരു സർവീസും സാറ്റലൈറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് സ്പേസ് എക്സ്പ്ലോറേഷനും നമ്മൾ സാറ്റലൈറ്റ് സിസ്റ്റംസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ബാൻഡ്സ് ആണ്. അപ്പോൾ UHF, SX, KA, KU ഇത്രയാണ് സാധാരണ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് എല്ലാ ഫ്രീക്വൻസി ബാൻഡ്സും, കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഫ്രീക്വൻസി ബാൻഡ്സും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് കംസ് ദ ലോ ഫ്രീക്വൻസി ബാൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻസ്, എസ്പെഷ്യലി ഇൻ സബ്മറൈൻ കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ ജിയോ ഫിസിക്കൽ റിസർച്ച്, എക്സ്പ്ലോറേഷൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക്. പിന്നെ വെരി ഹൈ ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഫോർ എയർ ട്രാഫിക് കൺട്രോൾ, നാവിഗേഷൻ സിസ്റ്റം, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ, അതിനകത്തൊക്കെ ഉള്ള വാക്കി ടോക്കി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്ന ഇതാണ്. Then ultra high frequency is used for television broadcasting, two-way radio communication, satellite communication system ഇതൊക്കെ യൂസ് ചെയ്യും. പിന്നെ L band യൂസ് ചെയ്യുന്നുണ്ട്, that is used in GPS. Then there is S band for weather monitoring and forecasting service. Then air traffic control യൂസ് ചെയ്യുന്നുണ്ട്. C band യൂസ് ചെയ്യുന്നുണ്ട്. C band is used for television and radio broadcasting, telecommunication service, earth observation and remote sensing. KU ബാൻഡ് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് ടെലിവിഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ VSAT കമ്മ്യൂണിക്കേഷൻ നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ അതിന് മുകളിലോട്ടുള്ള ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചുള്ള ബാൻഡ്സാണ് KA ബാൻഡ്, X ബാൻഡ്, V ബാൻഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ബാൻഡ്സ് ഉണ്ട്. ഇത് ഫ്രീക്വൻസി കൂടുന്നതാണ് താഴോട്ട് വരുന്നത് കേട്ടോ. ഏറ്റവും ആദ്യം കാണുന്നത് കുറഞ്ഞ ഫ്രീക്വൻസിയും പിന്നെ ഉള്ളത് കൂടി വരുന്ന ഫ്രീക്വൻസീസാണ്. നമ്മൾ 4th മോഡ്യൂൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ആ KU ബാൻഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്, C ബാൻഡിൻ്റെ എത്രയാണ് റേഞ്ച് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ എ സാറ്റലൈറ്റ് ആൻഡ് എ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക്. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് ഞാനിപ്പോൾ കുറേ പോയിൻറ്റ്സ് ഇട്ടിട്ടുണ്ട്, ലൈക്ക് അറൗണ്ട് 20 പോയിൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് നിന്നൊരു പറ്റാവുന്ന കുറച്ചൊരു 10 പോയിൻറ്റ്സ് പഠിക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ദ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് നെറ്റ്വർക്കും ടെറസ്ട്രിയൽ നെറ്റ്വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് നെറ്റ്വർക്ക്സിൽ എപ്പോഴും എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? ഇറ്റ് റിലൈസ് ഓൺ ദ സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് ദ എർത്ത് ആൻഡ് ഗ്രൗണ്ട് സ്റ്റേഷൻ, അല്ലേ? അപ്പോൾ സാറ്റലൈറ്റ് നെറ്റ്വർക്കിൽ എപ്പോഴും അത് നമ്മുടെ സാറ്റലൈറ്റിനെയും എർത്തിനെയും ഗ്രൗണ്ട് സ്റ്റേഷനെയും ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിനനുസരിച്ചായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് സെൽ ടവേഴ്സും കേബിൾസും അനുസരിച്ചായിരിക്കും. പിന്നെ അതിൻ്റെ കവറേജിനെ പറ്റിയിട്ട് വരുക, സാറ്റലൈറ്റിന് ഗ്ലോബൽ കവറേജ് ഉണ്ടാവും, മറ്റേതിന് അത്രയും കവറേജ് ഉണ്ടാവില്ല. പക്ഷേ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏർബൻ ഏരിയാസിൽ ഭയങ്കര കവറേജും ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടായിരിക്കും അതിൻ്റെ കവറേജ് വരുന്നത് ബീം വിഡ്ത്ത് അനുസരിച്ച്. പിന്നെ ലേറ്റൻസി എന്ന് പറയുന്നത് സാറ്റലൈറ്റ് നെറ്റ്വർക്കിന് ഭയങ്കര സിഗ്നൽ ഡിലേ വരും, അല്ലേ? ഇത്രയും ദൂരം വരേണ്ടത് കാരണം സിഗ്നൽ ഡിലേ വരും. നേരെ മറിച്ച് ടെറസ്ട്രിയൽ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ദ ലേറ്റൻസി വിൽ ബി വെരി ലോ. ദെൻ കംസ് ദ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതിന് സാറ്റലൈറ്റ് സിസ്റ്റംസിന് എപ്പോഴും ലോവർ ബാൻഡ്വിഡ്ത്ത് ഡ്യൂ ടു ലിമിറ്റഡ് സാറ്റലൈറ്റ് ലിങ്ക് കപ്പാസിറ്റി ആയിരിക്കും. അതായത് ഒരുപാട് ദൂരം ഉള്ളത് കൊണ്ടും അതിൻ്റെ കപ്പാസിറ്റി എപ്പോഴും വളരെ കുറവായിരിക്കും. എന്നാൽ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ബാൻഡ്വിഡ്ത്ത് ആണ്
നമുക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആഡ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ബാൻഡ് വിഡ്ത്ത് തന്നെ കൂട്ടാം. പിന്നെ വെതർ ഇൻ്റർഫിയറൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കുന്ന കാരണം സാറ്റലൈറ്റിന് കൂടുതൽ ഇറ്റ് സസെപ്റ്റബിൾ ടു വെതർ ഇൻ്റർഫിയറൻസ്. അതിനെ മറിച്ച് ടെറസ്ട്രിയൽ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഇതില്ല. ഇനി കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി കോസ്റ്റ്ലി ടു ഡിപ്ലോയ് ആൻഡ് മെയിൻറ്റെയിൻ. പിന്നെ മറ്റേതാണെന്നുണ്ടെങ്കിൽ അത്രയും ഇതില്ല. പിന്നെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് എഴുതാം. ക്യാൻ റീച്ച് റിമോട്ട് ഏരിയാസ് ആൻഡ് പ്രൊവൈഡ് ഗ്ലോബൽ കവറേജ്. ദാറ്റ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പയർഡ് ടു ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ. അതിലാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലോട്ട് മാത്രം നമുക്ക് ഫ്ലെക്സിബിലിറ്റി എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് കൂട്ടാൻ പറ്റും എന്നേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് എൻ്റെ കാര്യം. പിന്നെ മൊബിലിറ്റിയുടെ കാര്യമൊക്കെ എഴുതാം, റിലയബിലിറ്റി, സെക്യൂരിറ്റി, കുറേ കാര്യങ്ങൾ നിങ്ങൾ അതിനകത്തുനിന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോയിൻറ്റ്സ് ഒരു 10 പോയിൻറ്റ്സ് എന്തായാലും എഴുതാം. ഓക്കെ, let's move on to the next topic, that is an application, that is satellite telephony അല്ലെങ്കിൽ സാറ്റലൈറ്റ് ടെലിഫോൺസ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആപ്ലിക്കേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും യു ഷുഡ് ഹാവ് എ കോമൺ ഡയഗ്രാം. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആ ഡയഗ്രാമിനെ ഒന്ന് മാറ്റി വരയ്ക്കുക. ഇപ്പോൾ സാറ്റലൈറ്റ് ടെലിഫോണിയുടെ കാര്യം പറയുകയാണ്. സാറ്റലൈറ്റ് ടെലിഫോണിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കണം? ഓഫ് കോഴ്സ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് വർക്കിംഗ് based on a satellite communication system. So there should be a ground station to transmit, there should be a ground station to receive, and there should be a satellite to repeat. അല്ലേ? ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ടെലിഫോണിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. The working principle of a satellite telephony involves the use of satellites as relay stations. When a user initiates a call, ഒരാൾ കോൾ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ the voice signal is transmitted from their device to a satellite in geostationary or low earth orbit. അതായത് അയാളുടെ വോയിസ് സിഗ്നൽ ജിയോസ്റ്റേഷണറി ഓർബിറ്റിലോട്ടുള്ള സാറ്റലൈറ്റിലോട്ട് മോഡുലേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പടം നോക്കിക്കേ, നിങ്ങൾ ഇവിടുന്ന് ഒരു ഇറിഡിയം ഫോണിൽ നിന്ന് ഒരാളൊരു കോൾ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. കോൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? ആ കോൾ നേരെ സാറ്റലൈറ്റിലോട്ട് റൂട്ട് ചെയ്ത് പോവുകയാണ്. സി ദിസ് ഇറിഡിയം ഫോൺ ഇസ് നത്തിങ് ബട്ട് സാറ്റലൈറ്റ് ഫോൺ. അപ്പോൾ അതിൽ നിന്ന് കോൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നേരെ സാറ്റലൈറ്റിലോട്ട് റൂട്ട് ചെയ്ത് പോകുന്നു. ഇനി അയാളൊരു ഓതറൈസ്ഡ് യൂസർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ഓൾറെഡി ചെക്സ് ദ യൂസേഴ്സ് ഐഡൻറ്റിറ്റി വിത്ത് എ ഗേറ്റ് വേ. അതൊരു സാറ്റലൈറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും, ടെലിഫോൺ സർവീസ് പ്രൊവൈഡർ ആയിരിക്കും. അവരോട് ചെക്ക് ചെയ്യും. ഒതൻറ്റിക്കേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കോൾ റൂട്ട് ചെയ്ത് വിടും അടുത്ത സാറ്റലൈറ്റിലേക്കും ലിങ്ക് ചെയ്ത് അൾട്ടിമേറ്റ്ലി വേറെ സ്ഥലത്തേക്ക് കോൾ കണക്റ്റഡ് ആവും. സോ ദിസ് ഇസ് വൈ അങ്ങനെ ഒരു ടെറസ്ട്രിയൽ ഫോണിലോട്ട് അൾട്ടിമേറ്റ്ലി ആ കോൾ വന്ന് എൻഡ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ എ സാറ്റലൈറ്റ് ടെലിഫോണി. ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്, ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മാരിടൈം കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യും, എയർക്രാഫ്റ്റ് കണക്ടിവിറ്റിയിൽ യൂസ് ചെയ്യും. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെറസ്ട്രിയൽ കേബിൾസ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ആൻഡ് മോറോവർ മൈക്രോവേവ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും റിയൽ ടൈമിൽ പോസിബിൾ അല്ലാത്ത കാരണം വി ഗോ ഫോർ സാറ്റലൈറ്റ് ടെലിഫോണി. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഇന്ത്യയിൽ ഏതൊക്കെ പ്രോമിനൻറ്റ് സാറ്റലൈറ്റ് ടെലിഫോണി സർവീസസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സ് ഇവരൊക്കെയാണ്. വൺ ഇസ് ഇൻമാർസാറ്റ്, ദെൻ തുരായ, ദെൻ ഗ്ലോബൽ സ്റ്റാർ. ഈ 3 പേരാണ് ഇന്ത്യയിലുള്ളത്. ഇവരാണ് ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് കവറേജ് കൊടുക്കുന്നത്. ആൻഡ് മോർ ഓവർ ഇതിനകത്തേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇൻമാർസാറ്റിൻ്റെ ആണ്. ഇൻമാർസാറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പബ്ലിക്കലി അവൈലബിൾ ആണ് അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, you cannot carry any unregistered or unlicensed satellite telephony into our country. നമ്മൾ പീനൽ ആക്ഷനിന് ലയബിൾ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ ടെററിസ്റ്റ് ആക്ടിവിറ്റി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫോറിനിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇവിടെ ലീഗലായിട്ട് വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ് ടെലിഫോണി നെറ്റ്വർക്ക് സിസ്റ്റം മാത്രമേ നമ്മൾ കൊണ്ടുവരാൻ പാടുള്ളൂ. ഓക്കെ, എക്യുപ്മെൻറ്റ്സ് ആയാലും. നെക്സ്റ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് സാറ്റലൈറ്റ് ടെലിഫോണിയുടെ? അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് എ ഗ്ലോബൽ കവറേജ്. പിന്നെ റിലയബിൾ കണക്ടിവിറ്റിയാണ്, മൊബിലിറ്റി നല്ലപോലെ ഉണ്ട്. വെഹിക്കിൾസിൽ യൂസ് ചെയ്യാം, എയർക്രാഫ്റ്റ്സിൽ യൂസ് ചെയ്യാം, ഷിപ്പിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വൈഡ് റേഞ്ച് ഓഫ് സർവീസസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിലോ, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എക്സ്പെൻസീവ്. ഓഫ് കോഴ്സ് പെർ മിനിറ്റ് യു ഹാവ് ടു പേ അറൗണ്ട് 200 rupees ഫോർ എ കോൾ, സാറ്റലൈറ്റ് കോൾ. ആൻഡ് ലേറ്റൻസി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരിത്തിരി കൂടുതലാണ് മറ്റുള്ള ആപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ ഹ്യൂജ് ലേറ്റൻസി എന്നല്ല, കുറച്ചൊരു ഡിലേ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും. കാരണം ഇത്രയും ദൂരം പോയിട്ട് വരണ്ടേ, ലൈക്ക് അറൗണ്ട് 36,000 kilometers ഒക്കെ പോയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലേറ്റൻസി അതിനുണ്ടാവും.
Then there will be bandwidth limitations also. Already we have studied that bandwidth limitation ഉണ്ടാവും. കാരണം ഒരുപാട് ലിങ്ക്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് സാറ്റലൈറ്റിനെ ആക്സസ് ചെയ്യുന്ന സ്ഥിതിക്ക് ദർ വിൽ ബി ബാൻഡ്വിഡ്ത്ത് ലിമിറ്റേഷൻസ്. അപ്പോൾ പിന്നെ അതിനെ പറ്റിയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ദൂരത്തുള്ള സാറ്റലൈറ്റിനെ മാറ്റി കുറച്ചുകൂടി ലോവർ എർത്ത് ഓർബിറ്റിലോട്ട് സാറ്റലൈറ്റ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദിസ് ലേറ്റൻസി ആൻഡ് ഓൾസോ ദ ഇൻക്രീസ് ദ ബാൻഡ്വിഡ്ത്ത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഇനി കൂടുതലായിട്ട് ഇതിനകത്ത് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എൻഹാൻസ്ഡ് ഗ്ലോബൽ കവറേജ്, പിന്നെ എക്സ്പാൻഡ് ചെയ്യാം നമ്മുടെ നെറ്റ്വർക്കിനെ, സാറ്റലൈറ്റ് നെറ്റ്വർക്കിനെ. ആൻഡ് പിന്നെ പല നോയ്സ് റിഡക്ഷൻ, അങ്ങനത്തെ പല പല കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. ബാൻഡ്വിഡ്ത്തിൻ്റെ എൻഹാൻസ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഫീച്ചർ സ്കോപ്പിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇസ് സാറ്റലൈറ്റ് ടെലിവിഷൻ. ഓക്കെ, സാറ്റലൈറ്റ് ടെലിവിഷൻ അല്ലെങ്കിൽ DTH നിങ്ങൾ ഓൾറെഡി DBS TV അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഉള്ളതുപോലെ തന്നെ ഡിജിറ്റൽ ഡയറക്റ്റ് ടു ഹോം TV എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊരു നോർമൽ പിക്ചർ എന്ന് പറയുന്നത് ദർ ഇസ് ആൻ എർത്ത് സ്റ്റേഷൻ, ദർ ഇസ് എ റിസീവർ സ്റ്റേഷൻ, ദർ ഇസ് എ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ, ദർ ഇസ് എ റിസീവർ സ്റ്റേഷൻ, ദർ ഇസ് എ റിലേ സാറ്റലൈറ്റ്. വേണമെങ്കിൽ 1, 2, 3 റിലേ സാറ്റലൈറ്റ്സ് വയ്ക്കാം. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് വരുന്നതാണ് സാറ്റലൈറ്റ് ടെലിവിഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് എപ്പോഴും മനസ്സിലുണ്ടാവുക. എന്ത് കാര്യം വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പടം ഉണ്ടാവും. ഇനി സാറ്റലൈറ്റ് ടെലിവിഷൻ ഇസ് യൂസ്ഡ്, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, എല്ലായിടത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സാറ്റലൈറ്റ് ടെലിവിഷൻ പ്രൊവൈഡേഴ്സാണ്. ദിസ് ഇസ് നോട്ട് നിയർ സിലബസ്, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, യു ഓൾറെഡി നോ ദിസ്, എന്നാലും ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനത് പറയുന്നുണ്ട്. വൈഡ് റേഞ്ച് ഓഫ് ചാനൽസ്, കവറേജ്, പിക്ചർ ആൻഡ് സൗണ്ട് ക്വാളിറ്റി. യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ് ബെറ്റർ ദാൻ മീ. നിങ്ങൾ കാണുന്നതാണ്, നിങ്ങളുടെ സാറ്റലൈറ്റ് TVയും സാധാരണ കേബിൾ TVയും തമ്മിലുള്ള ക്ലാരിറ്റിയുടെ ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ട്. ഈവൻ ദോ ഇഫ് യു പുട്ട് എ CD player, CD into a CD player or a USB, you may not be fetching the same clarity that of the satellite television. അത്രയ്ക്കും ക്ലാരിറ്റിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ യൂസിങ് സെവറൽ അപ്സ്കെയിലിംഗ് ടെക്നിക്സ്, നമുക്ക് ഡിജിറ്റൽ പ്രോസസ്സിംഗ് വഴി, ഇമേജ് പ്രോസസ്സിംഗ് വഴി നമുക്ക് അതിൻ്റെ സ്കെയിലബിലിറ്റിയും അതുകൊണ്ട് അതിൻ്റെ പിക്സൽ റേറ്റൊക്കെ കൂട്ടിക്കഴിഞ്ഞാലും വളരെ ക്ലാരിറ്റിയിൽ നമുക്കത് കിട്ടും. ഇനി അതിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ ഇൻ്റർഫിയറൻസ്, അതായത് നമ്മുടെ ഇക്വിനോക്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, സ്പ്രിംഗ് ഇക്വിനോക്സും ഓട്ടം ഇക്വിനോക്സിൻ്റെ ഒക്കെ സമയത്ത് ഭയങ്കരമായിട്ട് സണ്ണിൻ്റെ ഒരു ഹ്യൂജ് പ്രഭാവം കാരണം ദർ വിൽ ബി ഹ്യൂജ് വെതർ ഇൻ്റർഫിയറൻസ്. ആൻഡ് ഇനിഷ്യൽ സെറ്റപ്പ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. സിഗ്നൽ ഡിലേ ഉണ്ടാവും, ചെറിയൊരു തോതിലുള്ള സിഗ്നൽ ഡിലേ ഉണ്ടാവും. ഓൾസോ നമുക്ക് ലോക്കലായിട്ട് നമുക്ക് ചാനൽസ് ഇതിൻ്റെ അകത്ത് കയറ്റാനും പറ്റില്ല. അതായത് ഇത് നമ്മുടെ ലോക്കൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന് ചാനൽസ് കൂട്ടുന്ന കണക്കിന് നമുക്ക് ഇതിനകത്ത് ചാനൽസ് കൂട്ടാൻ പറ്റില്ല. So that is these are the limitations. And for more videos, you can, more information, you can click any of these videos. You will be directed to like how this dish TV works, like that. Okay, so ഞാൻ കാണിച്ചത് മാത്രം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നോക്കുക. Okay, moving on to the next topic, that is satellite radio broadcasting. This is very much similar to that of satellite TV and as well as satellite telephony. You have to draw a figure, there is no doubt in it. അപ്പോൾ എല്ലാത്തിലും ഫിഗർ എന്ന് പറയുന്ന കാര്യം നിർബന്ധമായും വരയ്ക്കുക. അത് എത്ര മാർക്കിന് ചോദിച്ചാലും ശരി നിങ്ങൾ ഫിഗർ വരച്ചേക്കുക. ഓക്കെ, പിന്നെ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന, റേഡിയോ എന്ന് പറയുന്നത് സെയിം ആണ്. അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ള, കാർസിൽ യൂസ് ചെയ്യാം, ഹോം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീടുകളിൽ സുഖമായിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് റേഡിയോസ് യൂസ് ചെയ്യാം. ഒരു സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു സാറ്റലൈറ്റ് റേഡിയോ സിസ്റ്റംസ്, പക്ഷേ ഇപ്പോൾ അത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ US-ലാണ് ഉള്ളത്. US-ലും കാനഡയിലും സിറിയസ് XM ആൻഡ് XM റേഡിയോ എന്ന് പറയുന്ന 2 സാറ്റലൈറ്റ് റേഡിയോ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഇതിനകത്ത് വേണ്ടിയിട്ട് സാറ്റലൈറ്റ് റേഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കണം. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ജസ്റ്റ് റീഡ് ഇറ്റ്. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളതും ലിമിറ്റേഷൻ എന്താണെന്നുള്ളതും നോക്കാം. പിന്നെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. അപ്പോൾ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടുത്തെ ടോട്ടലായിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ക്ലൈമറ്റിക് പാറ്റേൺ, അവിടുത്തെ എൻവയോൺമെൻറ്റൽ ചേഞ്ച്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യുബിൾ ഇൻഫർമേഷൻസ്, പിന്നെ അവിടുത്തെ അഗ്രികൾച്ചറൽ എത്ര ഏരിയ എത്രയാണ്, എങ്ങനെയുണ്ട് കൾട്ടിവേഷൻസൊക്കെ, ഒരു ഡാമേജ്, ഒരു നാച്ചുറൽ കലാമിറ്റിയുടെ ഡാമേജ്
അളക്കുക, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ വെരി വെൽ ഗോ ഫോർ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. അപ്പോൾ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് പലതരമുണ്ട്. അതിൻ്റെ അകത്തുള്ള ഇതാണ് ക്ലാസിഫിക്കേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓപ്റ്റിക്കൽ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് വിസിബിൾ ആയിട്ടുള്ള നിയർ ഇൻഫ്രാറെഡ് വേവ് ലെങ്സിലുള്ള ഫ്രീക്വൻസീനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊരു വെജിറ്റേഷൻ അനാലിസിസ്, കോസ്റ്റൽ മോണിറ്ററിങ്, അതുപോലെ ലാൻഡ് കവർ മാപ്പിംഗ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പടം തന്നെ എടുക്കും, ഫോട്ടോ തന്നെ എടുത്തിട്ട് എടുക്കും. പിന്നെ റേഡാർസ് യൂസ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്സ് ഉണ്ട്. റേഡാർ സാറ്റലൈറ്റ്സ് യൂസ് ആക്റ്റീവ് സെൻസേഴ്സ് ദാറ്റ് എമിറ്റ് മൈക്രോവേവ് പൾസസ് ആൻഡ് മെഷർ ദ റിഫ്ലക്റ്റഡ് സിഗ്നൽ. അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മല പുതുതായിട്ട് പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്തോട്ടൊരു ബോഡി കൂടുതലായിട്ട് നീങ്ങി നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു പൊസിഷൻ ചേഞ്ചൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അത് റേഡാർ സാറ്റലൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തെർമൽ ഇൻഫ്രാറെഡ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നതും ഇറ്റ് ഇസ് സിമിലർ ടു ദ ഓപ്റ്റിക്കൽ സാറ്റലൈറ്റ്സ്. ആൻഡ് എർത്തിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിൻ്റെ അളവനുസരിച്ച് അവിടെ എങ്ങനെയാണ്, ചൂടുണ്ടോ, ഏതെങ്കിലും ഫോറസ്റ്റ് ഫയർ ഉണ്ടോ, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ, സമുദ്രത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി നിൽക്കുകയാണോ, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് എർത്തിൻ്റെ സർഫസിനെ പറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് പോലെയല്ല, കുറച്ചുകൂടി ഹയർ സ്പെക്ട്രംസ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ അത് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആക്ച്വലി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പേലോഡ്സിൻ്റെ അകത്ത് നിങ്ങൾ എഴുതേണ്ടത്. അതിനെ ഒത്തിരി മാറ്റി തിരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് സാറ്റലൈറ്റ് ക്യാൻ ഓൾസോ ബി കാറ്റഗറൈസ്ഡ് ഓൺ ദർ ഓർബിറ്റ്സ്. ഇത് സെയിം തന്നെയാണ്. റിമോട്ട് സെൻസിങ്ങിനും നേരത്തെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഡിഫറെൻറ്റ് characterization. One is the polar orbit, which orbits around the Earth's poles. Then comes the sun synchronous orbit. Sun synchronous orbit എന്ന് പറയുന്നത് SO സാറ്റലൈറ്റ്സ് ആണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സണ്ണിൻ്റെ ടൈമും നമ്മുടെ ടൈം എന്ന് പറയുന്നത് ഒന്നായിരിക്കും, സാറ്റലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒന്നായിരിക്കും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ലൈറ്റിംഗ് കണ്ടീഷൻ അങ്ങനെയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൺ സിൻക്രണസ് ഓർബിറ്റ് യൂസ് ചെയ്യാം. പിന്നെ ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സ്റ്റേഷനറി ആയിട്ട് തന്നെ തോന്നുന്ന ഒരു ഓർബിറ്റിനാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് പേലോഡ്സ് ഇൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത് തന്നെയാണ് സെയിം നമ്മൾ നേരത്തെ നോക്കിയിരിക്കുന്ന ആ സെയിം ടോപ്പിക്സ് തന്നെയാണ് ഈ ഇതിനകത്തുള്ളത്. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സിനകത്ത് പേലോഡ്സ് ഇൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ഓപ്റ്റിക്കൽ സെൻസേഴ്സ് ഉണ്ടാവും. ദേ ഹാവ് ഗോട്ട് എ റഡാർ സിസ്റ്റം വിച്ച് ഇസ് കോൾഡ് സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ, അല്ലെങ്കിൽ SAR എന്ന് പറയും. പിന്നെ തെർമൽ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉണ്ട്, ഹൈപ്പർ സ്പെക്ട്രൽ സെൻസേഴ്സ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ് സെൻസേഴ്സ് ഉണ്ട്. ലീഡാർ എന്ന് പറയുന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് iPhone 14 ഇത് വന്നിട്ടുണ്ട്, ലീഡാർ ടെക്നോളജി. 13 ഉണ്ടെന്ന് തോന്നുന്നു. ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് സെൻസേഴ്സ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് റഡാർ പോലെ തന്നെ ലൈറ്റിനെ വെച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് അളക്കുന്ന ഒരു കാര്യമാണ് ലീഡാർ സെൻസേഴ്സ്. നമ്മുടെ ഐഫോണിലെ ക്യാമറാസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ദ വെതർ ഫോർകാസ്റ്റിംഗ് സാറ്റലൈറ്റ്. ദ വെതർ ഫോർകാസ്റ്റിംഗ് സാറ്റലൈറ്റ്സ് എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഓർബിറ്റ്സ് എന്താണ്, പേലോഡ്സ് എന്താണെന്നൊക്കെയുള്ളതാണ് നമുക്ക് പഠിക്കാനുണ്ട്. വെതർ ഫോർകാസ്റ്റിംഗ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലുള്ളതുണ്ട്, പോളാർ ഓർബിറ്റിലുള്ളതുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അതിൻ്റെ ഡിസ്റ്റൻസ് എന്നുള്ളതും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ പല മൊഡ്യൂൾസിലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ജസ്റ്റ് എന്താണെന്ന് നോക്കുക. ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്താണെന്നും പോളാർ ഓർബിറ്റ് എന്താണെന്നും ഇത് നോക്കുക. എത്ര ദൂരത്തിലാണ് നിൽക്കുന്നതെന്നും അതിന് എന്തൊക്കെ കേപ്പബിലിറ്റി ഉണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. പിന്നെ പേലോഡ്സ് ഓഫ് എ വെതർ ഫോർകാസ്റ്റിംഗ് സാറ്റലൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു വെതർ ഫോർകാസ്റ്റിംഗ് സാറ്റലൈറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? ഒന്ന് ഇമേജിംഗ് സെൻസേഴ്സ് വേണം ഡെഫിനറ്റ്ലി. പിന്നെ ഒരു സാധനമുണ്ട് സൗണ്ടേഴ്സ് എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടേഴ്സ് യൂസ് അഡ്വാൻസ്ഡ് സെൻസേഴ്സ് ടു മെഷർ വെർട്ടിക്കൽ പ്രൊഫൈൽസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് പെട്ടെന്നുള്ള ഒരു ഈ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി വ്യത്യാസമൊക്കെ നമുക്ക് ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിൽ, അതായത് ഓരോ ഹൈറ്റിലും എത്ര ഹ്യൂമിഡിറ്റി ഉണ്ട്, എത്ര ടെമ്പറേച്ചർ ഉണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് കണക്കാക്കാൻ പറ്റും. ദെൻ കംസ് റേഡിയോമീറ്റേഴ്സ്. റേഡിയോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൽ നിന്ന് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എർത്തിൽ വന്ന് തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള റേഡിയേഷൻസിൻ്റെ അളവറിയാൻ വേണ്ടിയിട്ട്, കോസ്മിക് റേഡിയേഷൻസ് ആയാലും ശരി, എർത്തിൽ നിന്ന് അതിൻ്റെ ഇൻസൈഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന റേഡിയേഷൻസ് ആയാലും ശരി, എന്താണെങ്കിലും അതിനൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേലോഡ് നമ്മുടെ
ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്, വെതർ ഫോർകാസ്റ്റിംഗ് സാറ്റലൈറ്റ് ഉണ്ട്. പിന്നെ ദെൻ കംസ് സ്കാറ്ററോമീറ്റേഴ്സ്. സ്കാറ്ററോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ സിമിലർ ടു റേഡിയോമീറ്റേഴ്സ്. അതെന്ന് പറയുമ്പോൾ ഒരു ലൈറ്റിൻ്റെ സ്കാറ്ററിങ് പ്രിൻസിപ്പിളിൽ കൂടിയാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റേഡാർ സിഗ്നൽസ് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഒരു സെൻസറാണ് സ്കാറ്ററോമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ദെൻ കംസ് അറ്റ്മോസ്ഫിയറിക് സൗണ്ടേഴ്സ്. അറ്റ്മോസ്ഫിയറിക് സൗണ്ടേഴ്സ് മെഷർ ദ temperature and humidity profiles in different layers of the atmosphere. Just like the sounders, അതുപോലെ തന്നെയാണ് ഇത് അറ്റ്മോസ്ഫിയറിക് സൗണ്ടേഴ്സും സെപ്പറേറ്റഡ് ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. ഇനി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യസ് വെതർ ഫോർകാസ്റ്റിംഗ് സാറ്റലൈറ്റ് എന്നത് ഇസ് നോട്ട് ഇൻ യുവർ സിലബസ്. യു ക്യാൻ സിംപ്ലി റീഡ് ഇറ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ദെൻ വി മൂവ് ഓൺ ടു ദ നാവിഗേഷൻ സാറ്റലൈറ്റ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നുള്ളത്. GPS എന്ന് പറയുന്നത് വൺ എമംഗ് ദ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നാവിഗേഷൻ സാറ്റലൈറ്റ് എങ്ങനെയാണത് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്, അത് എന്ന് പറയുന്നത് കൂടുതലും ട്രൈലാറ്ററേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവർ കണ്ടുപിടിക്കുന്നത്. നാവിഗേഷൻ സാറ്റലൈറ്റ്സിൻ്റെ ഒരാളുടെ പൊസിഷൻ, അതായത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു ദ എർത്ത് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു പെർട്ടിക്കുലർ റെഫറൻസ് പോയിന്റ്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ എന്ത് മാപ്പിലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നാവിഗേഷൻ സാറ്റലൈറ്റ്. അപ്പോൾ അതിൽ ഈ GPS എന്ന് പറയുന്ന സാധനം എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. GPS പൊസിഷൻ ലൊക്കേഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ GPS അത്ര ഒരു സ്ഥലത്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷൻ ഇസ് എന്താ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഫിസിക്സിലെ ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. പക്ഷേ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നതും ടൈം എന്ന് പറയുന്നതും ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് നമുക്ക് ഹ്യൂജ് ലെവലിലായിരിക്കും നമ്മുടെ ഇവിടുത്തെ സ്പീഡും ഡിസ്റ്റൻസും എല്ലാം നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കിയേ, നിങ്ങളിപ്പോൾ മറ്റേ എന്താ പറയുക, ഡിസ്റ്റൻസ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെങ്ങനെ ചെയ്യുന്നു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റിനെ C ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ടേക്ക് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ടൈം, സിംപ്ലി ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് സിഗ്നൽ എത്താൻ വേണ്ടിയിട്ടാണ് TOF എന്ന് പറയുന്നത്. ദെൻ കംസ് ആറ്റോമിക് ക്ലോക്സ്. അതായത് ഇതിൻ്റെ അകത്ത് GPS-ൻ്റെ അകത്തുള്ള ഒരു എക്യുപ്മെൻ്റാണ് ആറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ആയിട്ട് അത് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ക്ലോക്കിനെയാണ് നമ്മൾ ആറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആയിരിക്കും. അതിനകത്തൊരു എന്താ പറയുക, ഒരു കടുകുമണിയുടെ വ്യത്യാസം പോലും ഉണ്ടാവില്ല. അതാണ് ദി എക്സാക്ട് ആക്യുറേറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറ്റോമിക് ക്ലോക്കാണ് നമ്മുടെ GPS സാറ്റലൈറ്റിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ GPS സാറ്റലൈറ്റിൽ വെച്ചിരിക്കുന്ന ആറ്റോമിക് ക്ലോക്കും നമ്മുടെ കയ്യിലുള്ള ക്ലോക്കും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ മൊബൈൽ ഫോണിലെ ക്ലോക്കും GPS-ലെ സാറ്റലൈറ്റിലുള്ള ക്ലോക്കും തമ്മിൽ ഒരു ΔT ടൈമിൻ്റെ ഒരു ക്ലോക്ക് ഓഫ്സെറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ ഓഫ്സെറ്റ് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ടൈം ഓഫ് ലൈറ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ടൈം ഓഫ് ദ റിസീവർ മൈനസ് ടൈം ഓഫ് സാറ്റലൈറ്റ് മൈനസ് ΔT എന്ന് പറയുന്നതാണ് ശരിക്കും ടൈം. ഇങ്ങനെ വേണം നമ്മൾ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് സാറ്റലൈറ്റിൽ നിന്ന് പുറപ്പെട്ട് അങ്ങോട്ടെത്തി തിരിച്ചെത്തുന്ന സമയമാണ് ആ രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് നോക്കിയിട്ട് തിരിച്ചെത്തുന്ന സമയമല്ല, ഐ എം റോങ്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ടൈമും സാറ്റലൈറ്റിലുള്ള ടൈമും തമ്മിലുള്ള ആ വ്യത്യാസം മൈനസ് ΔT എന്ന് പറയുന്ന ഒരു ക്ലോക്ക് ഓഫ്സെറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലായിരിക്കും നമ്മൾ എന്താണ് ഇതിനകത്തുള്ള GPS-ലുള്ള കാൽക്കുലേഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിനകത്ത് ട്രൈലാറ്ററേഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രൈലാറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ 3 ഡയമെൻഷണൽ സ്പേസിൽ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, XYZ എന്നാണെന്നുണ്ടെങ്കിൽ ഒരു സാറ്റലൈറ്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് XSYSZS എന്നാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എർത്ത് സ്റ്റേഷനിൽ സാറ്റലൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് DS ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇക്വേഷൻസ് സെറ്റപ്പ് ചെയ്യും. അതിങ്ങനെയാണ്, നോക്കിക്കേ. അത് ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് 1, 2, 3 സാറ്റലൈറ്റ്സ്. ഓരോ സാറ്റലൈറ്റിന് നമ്മൾ S-ന് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുക്കും. അപ്പോൾ ഓരോ സാറ്റലൈറ്റ് 1-ന് 1 എന്ന് പറഞ്ഞു കൊടുക്കും. ഇക്വേഷൻ 1 സാറ്റലൈറ്റ് 1-ന് ഡിനോട്ട് ചെയ്യുന്നു, ഇക്വേഷൻ 2 സാറ്റലൈറ്റ് 2-ന് ഡിനോട്ട് ചെയ്യുന്നു, 3 ഇക്വേഷൻ സാറ്റലൈറ്റ് 3-ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെ 3 സാറ്റലൈറ്റിനെ വെച്ചിട്ട് സോൾവ് ചെയ്ത് നമ്മളൊരു പൈത്തഗോറിയൻ തിയറത്തിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ definitely work for the distance of a particular person from the satellite and also the position of a person. Okay, ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ you just click on this YouTube link and also you can scan the QR code. Here also there is one more link.
ദിസ് ഇസ് മോർ ഇൻഫോർമേറ്റീവ്. മുകളിൽ കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സൂപ്പർഫിഷ്യൽ എക്സ്പ്ലനേഷനാണ്. ഇതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ഫങ്ഷണൽ സെഗ്മെൻറ്റ്സ് ഓഫ് ജി പി എസ്. ദിസ് ഇസ് എ ടോപ്പിക് ഇൻ യുവർ സിലബസ്, സോ ദാറ്റ്സ് വൈ വി ഹാവ് ടു സ്റ്റഡി. എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്പേസ് സെഗ്മെൻ്റ് ഉണ്ട്, അതായത് സാറ്റലൈറ്റിൽ ഇരിക്കുന്ന സ്ഥലമാണ് സ്പേസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. കൺട്രോൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ജി പി എസിൻ്റെ പൊസിഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനം. പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കൺട്രോൾ സെൻറ്റർ ഉണ്ട്. പിന്നെ ഒരു യൂസർ സെഗ്മെൻ്റ് ഉണ്ട്, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന റിസീവർ, അതായത് മേ ബി ഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാൻഡ് ഡിവൈസ് ആയിരിക്കും. ജി പി എസ് റിസീവറിനെ നമ്മളങ്ങനെ പറയും. പിന്നെ ജി പി എസ് റിസീവറിന് പക്കയായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ദർ ഷുഡ് ബി 4 സാറ്റലൈറ്റ്സ് ടു പെർഫോം ദ ട്രൈലാറ്ററേഷൻ കാൽക്കുലേഷൻ. നമ്മൾ കൃത്യമായിട്ട് 4 സാറ്റലൈറ്റ് എങ്കിലും മിനിമം അതിൻ്റെ വിസിനിറ്റിയിലുണ്ടെങ്കിൽ മാത്രമേ ഒരു ജി പി എസ് റിസീവറിന് സാറ്റലൈറ്റിൻ്റെ വെച്ചിട്ട് നമുക്ക് ജി പി എസ് കാൽക്കുലേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, ദിസ് ഇസ് എ സെപ്പറേറ്റ് ടോപ്പിക് ഇൻ യുവർ സിലബസ്. നമ്മുടെ ഇന്ത്യ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനും ചാൻസ് ഉണ്ട്, നിങ്ങളത് എന്തായാലും നോക്കുക. ദാറ്റ് ഇസ് ഇന്ത്യയുടെ ഡിഫറെൻറ്റ് കോൺട്രിബ്യൂഷൻസ്. ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഇന്ത്യാസ് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ IRNSS. ഇതിനെ വേറൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, NAV-IC എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞ April 2023 മുതൽ നമ്മൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ദിസ് ഇസ് നത്തിങ് ബട്ട് എ ഗൂഗിൾ മാപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഗൂഗിൾ മാപ്പും പോട്ടെ, ഇന്ത്യയുടെ ഇന്ത്യയുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ജി പി എസ് സാറ്റലൈറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ IRNSS എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിം ഇതിനെ പറ്റിയിട്ടുള്ള ഈ നാവിഗേഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ സ്വന്തം സാറ്റലൈറ്റ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊസിഷൻ അറിയാൻ പറ്റും. മേ ബി ദർ ഷുഡ് ബി സം ബാലാരിഷ്ടതകൾ, തുടക്കത്തിലെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഇറ്റ് ഈസ് വെരി മച്ച് അപ്രീഷിയേറ്റഡ് ദാറ്റ് അവർ നേഷൻ കുഡ് പ്രൊവൈഡ് സച്ച് എ ഗ്രേറ്റ് സർവീസ് ടു ദ ഹോൾ വേൾഡ്. ബാക്കിയുള്ളവർക്ക് നമ്മളിത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അവർ ഇൻഡിജിനസ് ജി പി എസ് സിസ്റ്റം, നമ്മുടെ സ്വന്തം രാജ്യത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ജി പി എസ് സിസ്റ്റം. ഓക്കെ, പിന്നെ ഡിഫറെൻറ്റ് ലോഞ്ച് കേപ്പബിലിറ്റീസ് ഉണ്ട് നമുക്ക്. ISRO, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വഴി എസ്റ്റാബ്ലിഷ് ചെയ്ത ലോഞ്ച് ഫെസിലിറ്റീസ് ഒരുപാടെണ്ണം ഉണ്ട് നമുക്ക്. അത് വെച്ചിട്ട് നമ്മൾ PSLV വെഹിക്കിളുണ്ട്, നമുക്ക് GSLV വെഹിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നമ്മൾ പല രാജ്യങ്ങളുടെയും സാറ്റലൈറ്റ്സിനെ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇനി അമേരിക്കയുടെ GPS സിസ്റ്റത്തിനെ എയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ISRO ഡെവലപ്പ് ചെയ്ത എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊളാബറേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഗഗൻ, അഥവാ GPS എയ്ഡഡ് ജിയോ ഓഗ്മെൻറ്റഡ് നാവിഗേഷൻ. അതായത് GPS ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു അഡീഷൻ കൊടുക്കുന്നതിനാണ് ഗഗൻ എന്ന് പറയുന്നത്. ഗഗൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആപ്ലിക്കേഷന് വരെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ഇന്ത്യൻ എയർ സ്പേസിൽ കുറച്ചുകൂടി ഹയർ ത്രൂപുട്ടിൽ നമുക്ക് സിഗ്നലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഗ്രൗണ്ട് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാണ്, നമ്മളിതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഗ്രൗണ്ട് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചറും ഇന്ത്യക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നോൺ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഓർബിറ്റ് സാറ്റലൈറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത് NGSO സാറ്റലൈറ്റ് സിസ്റ്റംസിനെയാണ് നമ്മൾ പറയുന്നത്. ഇതിലെന്താ സംഭവിക്കുന്നത്, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സാറ്റലൈറ്റ് സിസ്റ്റമാണ് NGSO സാറ്റലൈറ്റ് സിസ്റ്റം. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് നോക്കേണ്ടതെന്ന് പറയുന്നത് ടെലിഡെസിക് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് സിസ്റ്റമാണ്. അത് ഒരിക്കലും പുറം ലോകം കണ്ടിട്ടില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഇൻസൈഡ് ദ പേപ്പർ, അത്രയും നമുക്ക് അതിൽ കഴിഞ്ഞുള്ളൂ. അതിന് പ്ലാൻഡ് മിഷനായിരുന്നു 1990s വെൻ ഇത്രയും നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും അത്രയും സ്പീഡിലൊന്നും അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ മൈക്രോസോഫ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു വലിയ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു വലിയൊരു പ്രൊജക്റ്റായിരുന്നു അത്. പക്ഷേ 840 സാറ്റലൈറ്റ്സിൻ്റെ ഒരു കോൺസ്റ്റലേഷൻ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷെ അത് അത്ര വെളിച്ചം കണ്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷേ അതിൽ ഒരുപാട് ഇപ്പോഴത്തേനുമൊക്കെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടായിരുന്നു അന്ന് അവരത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. വളരെ ലോ ലേറ്റൻസിയിൽ ഹൈ ബാൻഡ് വിഡ്ത്തിലുള്ള കണക്ടിവിറ്റി. പക്ഷേ അത്രയും ഉൾക്കൊള്ളാനുള്ള നമുക്ക് ഹാർഡ്വെയർസ് നമ്മുടെ കോമൺ പീപ്പിളുടെ കയ്യിലോ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെ കയ്യിലോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് അത്രയ്ക്ക് കിട്ടിപ്പോയില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് എ ടെലിഡെസിക് സിസ്റ്റം. ഈ NGSO സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. NGSO സിസ്റ്റത്തിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ആൻറ്റിന ഒരു സാറ്റലൈറ്റിനെ നോക്കി തന്നെ ഇരിക്കേണ്ടി വരും. ആ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ അനുസരിച്ച് ആ സാറ്റലൈറ്റിൻ്റെ ആ ആൻറ്റിന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മാറേണ്ടി വരും. അത് ഈ
ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കില്ലേ. അപ്പോൾ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താഴത്തെ ആൻറ്റിനയും അത് സ്റ്റിയറബിൾ ആയിരിക്കും. ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പൊസിഷൻസ് മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആൻ NGSO സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സിസ്റ്റം. പിന്നെ അതിനുശേഷം ഒരു കാര്യമുള്ളതായിരുന്നു, ഡെവലപ്പ് ചെയ്തൊരു കാര്യമാണ് വൺ വെബ് എന്ന് പറയുന്ന വേറൊരു NGSO സിസ്റ്റം. അത് വിച്ച് വാസ് ഡിസൈൻ ടു പ്രൊവൈഡ് ഗ്ലോബൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസ്. അതും ഇങ്ങനെ എന്താണ്, ഇൻ പ്രോഗ്രസ് ആണ് നടക്കുന്നത്, ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഇറ്റ് പ്ലാൻസ് ടു ഡിപ്ലോയ് അപ്രോക്സിമേറ്റ്ലി 650 സാറ്റലൈറ്റ്സ്. അതാണ് ഈ വൺ വെബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പേസ് എക്സ് ആണ്, ഇറ്റ് ഈസ് വെരി വെൽ നോൺ. സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ഇതാണ്, എന്താണ്, സംരംഭമാണ്. ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് NGSO സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ. അപ്പോൾ അവർ സ്റ്റാർലിങ്ക് കോൺസ്റ്റലേഷൻ യൂസ് ചെയ്തിട്ട് വെരി ഹൈ സ്പീഡിൽ വെരി ലോ ലേറ്റൻസിയിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര സ്പീഡിലാണ് അവരുടെയൊക്കെ ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അത് അവൈലബിൾ ആയിട്ടുള്ള കൺട്രീസിലുള്ളത്. പിന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ഇതിൻ്റെ NGSO സാറ്റലൈറ്റ്സിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 2000 കിലോമീറ്റർ മുതൽ ചിലത് 36,000 കിലോമീറ്റർ വരെയുള്ളതും ഉണ്ട്. ലോ എർത്തും മീഡിയം എർത്തും ഹൈ എലിപ്റ്റിക്കൽ ഓർബിറ്റും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും പൊസിഷൻ എന്ന് പറയുന്നത് നോൺ GSO ആണ്, ജിയോ സ്റ്റേഷണറി ആയിട്ടായിരിക്കില്ല. ദെൻ അതിൻ്റെ ഇൻക്ലിനേഷൻ എന്താണെന്നുള്ളതാണ്. ഒരു എർത്തിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനുമായിട്ട് അത് എത്രത്തോളം ഇൻക്ലിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. പിന്നെ അതുപോലെ എത്ര സാറ്റലൈറ്റ്സ് ഉണ്ടെന്നുള്ളത് നോക്കണം. ഒരു സാറ്റലൈറ്റിൽ നിന്നും മറ്റേ സാറ്റലൈറ്റിലോട്ട് ലിങ്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിനാണ് ഇൻ്റർ സാറ്റലൈറ്റ് ലിങ്കിങ് എന്നും പറയുന്നത്. അപ്പോൾ NGSO സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ടു പ്രൊവൈഡ് ഗ്ലോബൽ കണക്ടിവിറ്റി ഫോർ ഇൻ്റർനെറ്റ് ആൻഡ് അതർ services. We use this non-geostationary satellite orbit system. Okay, so that's the end of 5th module. So students, study well and all the best. Thank you.